എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമ്മൾ മിക്കവാറും ഷവർമയൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇത് ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്താൽ പിന്നെ ഒരിക്കലും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കാര്യം ചിന്തിക്കുക പോലുമില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന ഷവർമയെക്കാട്ടിലും ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒക്കെ നല്ലത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. കാരണം നിങ്ങളത് ട്രൈ ചെയ്തിട്ട് കമന്റ്സിൽ അറിയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ മാരിനേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് തൈരാണ് എടുക്കുന്നത്. ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഗാർലിക് പൗഡറാണ്. ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാലും മതിയാകും. ഞാനിവിടെ കുറച്ച് ഗാർലിക് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ മതിയാകും. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മാരിനേഷൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് മസാലയുടെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷവർമയുടെ ചിക്കനൊക്കെ ഒരുപാട് നേരം നല്ല സമയമെടുത്ത് മാരിനേഷൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിന് നല്ല ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലും നേരെ ഇരുന്ന് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് പീട്ട ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റത്തേക്ക് സൈഡിൽ വെക്കാം. എന്നിട്ട് മാവ് എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് പീറ്റ ബ്രെഡിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിശ്രിതമില്ലേ, ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ പീട്ട ബ്രെഡിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 അല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. അത് ഓരോരുത്തരുടെ സ്ഥലത്തുള്ള ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇത് പൊങ്ങി വരുന്നതിന് ശേഷം നമുക്ക് ബാക്കി ബ്രെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈക്വൽ പോർഷൻസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പീസസ് ആയിട്ട്. ഇനി നമുക്ക് ഈ പീറ്റ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന
ബോൾ എടുത്തിട്ടുണ്ട് മാവിൻ്റെ. ഇനി കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിക്നെസ് കുറച്ചല്ല പരത്തേണ്ടത്, കുറച്ച് തിക്നെസ്സോടുകൂടിയാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരു തിക്നെസ്സിൽ ഞാനിത് പരത്തിയെടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 6 ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 എനിക്ക് തയ്യാറാക്കാൻ പറ്റിയത് ഈ പീറ്റ ബ്രെഡിൻ്റെ മാവ് വെച്ചിട്ട്. അപ്പം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് പൊങ്ങാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ചുട്ടെടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രില്ലിംഗ് പാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസിൻ്റെ ഒരു സൈഡ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പീറ്റ ബ്രെഡിൻ്റെ മാവ് പരത്തി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. തവ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ പീറ്റ ബ്രെഡ് പരത്തിയത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നോക്കൂ, നമ്മുടെ പീറ്റ ബ്രെഡ് കണ്ടില്ലേ, ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ശരിയായപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പീറ്റ ബ്രെഡ് ഇവിടെ ചുട്ടെടുത്തിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആണ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടില്ലേ, നല്ല ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആണ്, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിരിക്കുകയാണ്, ഈ ഒരു തിക്നെസ്സിൽ. ഇനി നമുക്ക് ഷവർമ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് മയോണൈസ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ലെസ് മയോണൈസ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1-1.5 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്ര പുളിയൊക്കെ എത്രയാണോ ആവശ്യം അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ പാലെടുത്തത് അത്രയും തന്നെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പ്ലെയിൻ മയോണൈസ് മതിയെങ്കിൽ ഗാർലിക് പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് കട്ടിയായിട്ട് വരണമെങ്കിൽ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ 1/4 കപ്പ് എണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യേണ്ടി വരും. നമുക്കിതൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ വീട്ടിലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിരിക്കുകയാണ്. നല്ല കറക്റ്റ് തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന മയോണൈസിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്ന മയോണൈസിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാനിത് മിക്സറിൽ അടിച്ചിട്ട് ആദ്യം 1/4 കപ്പ് എണ്ണ ഒഴിച്ച് പിന്നെയും കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എണ്ണ കൂടുതലായിട്ട് തോന്നുമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പിൻ്റെ അളവിലും ചെയ്യാവുന്നതാണ്. 1/4 കപ്പ് പാലെടുക്കുക. 1/4 കപ്പ് പാലിന് 1/2 കപ്പ് എണ്ണയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചിലർക്ക് ഫ്ലേവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം, മുറിക്കാനും ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ മയോണൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ മയോണൈസ് ഞാൻ ഇങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് സാധാ ഗാർലിക്കിൻ്റെ ഫ്ലേവറിലുള്ളതാണ്.
അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് വേറൊരു ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ എടുത്ത് വെച്ചിരിക്കുന്ന മയോണൈസിലേക്ക് ഞാനിവിടെ ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. 1-1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് വേറൊരു ഫ്ലേവറിൽ മയോണൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഇനി ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് 1 സ്പൂൺ ഷെജ്വാൻ ചട്നിയാണ് ഇടുന്നത്. ജസ്റ്റ് ഒരു സ്പൈസിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ 2 സോസസും ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ 2 ഫ്ലേവറുള്ള മയോണൈസിൻ്റെ സോസുകൾ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഗ്രില്ല് ചെയ്ത കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കാനാണ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്കൊരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി കൊടുക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടും വെക്കാവുന്നതാണ് ചിക്കൻ. എല്ലാ വലിയ വലിയ പീസസ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സൈസിൽ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഷവർമയിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. എല്ലാം 1 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞിട്ട്. അപ്പം നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിനി ഷവർമ അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു പീറ്റ ബ്രെഡ് എടുത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മയോണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ പീസസ് ഇല്ലേ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസസ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ചിക്കൻ്റെ പീസസ് എല്ലാം സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത്തെ ഫ്ലേവറിൽ തയ്യാറാക്കിയ മയോണൈസ് ഇല്ലേ, അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചീസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചീസ് അല്ലെങ്കിൽ എന്തെങ്കിലും സീസണിങ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിങ്ങനെ 2 സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. ഇതിങ്ങനെ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ടൂത്ത് പിക്ക് വെക്കുന്നത്. ടൂത്ത് പിക്ക് വെക്കാതെ വേണമെങ്കിൽ നമുക്കിത് റാപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ വെളിയിലോട്ട് വെച്ചതിന് ശേഷം ഈ ബട്ടർ പേപ്പർ ഇങ്ങനെ തന്നെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കടയിൽ കിട്ടുന്ന സെയിം ഒരു ലുക്കിൽ നമ്മുടെ ഷവർമ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ തന്നെ ഒരു 4-5 എണ്ണം ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ വീട്ടിൽ ഈ ഷവർമ തയ്യാറാക്കിയിരിക്കുന്നത്. സത്യം പറയാമല്ലോ, നമ്മൾ ഒരിക്കലും ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിലിങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ വെളിയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കില്ല. കാരണം നമുക്ക് ഈ ഷവർമയിൽ നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ചിക്കനും ടോപ്പിങ്സ് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.